നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ആം ആദ്മി പാർട്ടിയുടെ ശേഷിക്കുന്ന ഡൽഹിയിലെ പ്രവർത്തകരെ കൂടി ആം ആദ്മി പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്നും പുറത്തിറക്കാനായി CJPയുടെ നേതാവ് സൗരവ് ദാസ് കിണഞ്ഞു ശ്രമിക്കുകയാണ്. ആം ആദ്മി പാർട്ടി BJPയുടെ ബി ടീമാണെന്ന് CJPക്ക് മനസ്സിലായി തുടങ്ങിയതോടെയാണ് നീക്കങ്ങൾ വേഗത്തിലാക്കുന്നത്. ആം ആദ്മി പാർട്ടിയെ കൊണ്ട് ഇനി ഡൽഹിയിൽ ജനതയ്ക്ക് യാതൊരു ഉപയോഗവുമില്ല, ആകെ ഉപയോഗം ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ് എന്ന തിരിച്ചറിവാണ് സൗരവ് ദാസിനെ പോലുള്ള വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ ഇങ്ങനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഒരു കാലത്ത് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി കിണഞ്ഞ് പണിയെടുത്ത പല CJPയിൽ ഇപ്പോഴത്തെ ആളുകളും തുറന്ന് പറയുകയാണ്, കെജ്രിവാളിൻ്റെ ഈ പാർട്ടി എങ്ങനെയാണ് BJPയുമായി കോംപ്രമൈസ് ടോക്ക് നടത്തി അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം കളിച്ച് ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ കോമാളികളായത് എന്നുള്ളത്. ഈ കെജ്രിവാളിനെ കുറിച്ച് ഗഡ്കരി അടക്കം ആരോപണം നേരിടുന്ന പലരും ഏറ്റവും രൂക്ഷമായ വിമർശനം നടത്തിയിട്ടുള്ള ഒരു കാലഘട്ടമുണ്ട്. 2013 കെജ്രിവാളിന് 28 സീറ്റുമായി ഡൽഹിയിൽ പ്രാതിനിധ്യം കിട്ടിയപ്പോൾ അന്ന് BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നിട്ടും മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിഞ്ഞില്ല. വർഷങ്ങളോളം കോൺഗ്രസ് ഭരിച്ച ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയാണ് പിന്നെ നീണ്ട 9.5 കൊല്ലക്കാലത്തോളം ഭരിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ തന്നെ കെജ്രിവാൾ 9.5 കൊല്ലം ഭരിക്കുകയും തുടർന്ന് അതിഷി മാർലേനെ ഒരു പപ്പറ്റ് മുഖ്യമന്ത്രിയാക്കി കെജ്രിവാൾ ജയിലിലേക്ക് പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവിടെ പറഞ്ഞു വരുന്നത് ആം ആദ്മി പാർട്ടിയുടെ ധിക്കാര നടപടികളെക്കുറിച്ച് മാത്രമല്ല, കൃത്യമായി കെജ്രിവാൾ ഫണ്ട് ഏതൊക്കെ സോഴ്സിൽ നിന്നും ലഭിച്ചു, ആരൊക്കെ സഹായിച്ചു, കോൺഗ്രസിനെ കുളം തോണ്ടാൻ വേണ്ടി മാത്രം ഗുജറാത്തിലേക്ക് വലിഞ്ഞു കയറി ചെന്നത് എന്തിനായിരുന്നു എന്നുള്ള ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. ഇവിടെ മറ്റൊരു വിഷയം എന്തെന്ന് വെച്ചാൽ, കെജ്രിവാളിൻ്റെ പാർട്ടിയിൽപ്പെട്ട പല ആളുകളും BJPയിലേക്ക് എത്താനുണ്ടായ കാരണങ്ങളെക്കുറിച്ചും സൗരവ് ദാസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കെജ്രിവാളിനും സംഘത്തിനും പൊളിറ്റിക്കൽ പാർട്ടിയായി നിലനിന്നാൽ മാത്രമേ ഇനി രാഷ്ട്രീയപരമായി കാണിച്ച പല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങുകളെയും കുഴിവെട്ടി മൂടാൻ കഴിയുകയുള്ളൂ. അത്രത്തോളം നീചമായ പ്രവർത്തനങ്ങളിൽ കെജ്രിവാളും സംഘവും ഏർപ്പെട്ടിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ടാണ് കെജ്രിവാളിന് പലതും ഒളിക്കാനുള്ളതെന്നും സൗരവ് ദാസ് തുറന്നടിക്കുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നത് ഡൽഹിയിലെ ഭരണമാറ്റമോ കേന്ദ്രത്തിലെ ഭരണമാറ്റമോ അല്ല, BJPയിലെ ക്രിമിനൽ സ്വഭാവമുള്ള MPമാരെ കണക്കിലെടുക്കുക, അവരുടെ പേരിൽ ശക്തമായ പ്രൊട്ടസ്റ്റ് നടത്തുക, CJP നേതാക്കൾക്കെതിരെ FIR റദ്ദാക്കുകയാണ് ഇതിനുള്ള ഏക പോംവഴി എന്ന് പറയുകയാണ്. പകരത്തിന് പകരമായി ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് BJP ചോദിക്കുമ്പോൾ വേണമെങ്കിൽ അങ്ങനെ കരുതിക്കോളൂ എന്ന് തന്നെയാണ് സൗരവ് ദാസ് പറഞ്ഞിരിക്കുന്നത്. കാരണം BJP ഇനി ഭയക്കാൻ കിടക്കുന്നതേ ഉള്ളൂ.